കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് തൊടുപുഴി. നമസ്കാരം. കാർഷിക വാർത്തകൾ. കാർഡ്സിന്റെ 25ാം രജത ജൂബിലി ആഘോഷം അതിവിപുലമായ രീതിയിൽ ഗ്രീൻ ഫെസ്റ്റ് തൊടുപുഴയിൽ 2025 മെയ് 26 തിങ്കളാഴ്ച 6:30 തൊടുപുഴയുടെ പ്രിയ MLA PJ ജോസഫ് പദ്ധതി തെളിയിച്ചു. ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങിന് തുടക്കം കുറിച്ചു. സ്വാഗത പ്രസംഗം മാനേജിംഗ് ഡയറക്ടർ KE ആന്റണി കണ്ടിരിക്കൽ. ഗ്രീൻ ഫെസ്റ്റ് ആണ് ഇന്ന് ഇവിടെ മഹനീയമായ ഈ അധ്യക്ഷ വേദി വെച്ച് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷങ്ങളായി കാർഡ്സ് പ്രവർത്തിച്ചു വരികയാണ്. തുടക്കത്തിൽ അഗ്രോ ഓർഗാനിക് ട്രേഡ് ഫെയർ എന്ന പേരിലാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടത്തിയിരുന്നത്. അത് നവംബർ മാസം 14 തീയതി. എന്നാൽ പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അത് ബഹുമാനായ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കാർഷിക മേള ഡിസംബറിൽ കൃത്യമായി നടക്കുന്നൊരു സമയം. അപ്പോൾ അതിൻ്റെ ടാക്സ് അതിലൊരു ചെറിയ പാർട്ട് എന്നുള്ള നിലയിൽ അതിന് വലിയ പ്രസക്തി അത്തരത്തിലൊരു മേള സംഘടിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം കാർഷിക മേള വിളവെടുപ്പിൻ്റെ ഉത്സവമായി മാറ്റുകയും എന്നാൽ കാഡ്സിൻ്റെ ഗ്രീൻ ഫെസ്റ്റ് വിത്ത് ഉത്സവമായി മാറ്റുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അത് മേടമാസത്തിലെ 10ാം ഉദയത്തിനാണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ വർഷം ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു മാസം അത് മുന്നോട്ട് മാറി. അതിൻ്റെ എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു മോട്ടോ? 25 വർഷം പിന്നിടുമ്പോൾ കൃഷി ആവേശമാകണം, ആനന്ദമാകണം, അനായാസമാകണം എന്നൊരു മുദ്രാവാക്യം പുതിയ തലമുറയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ കൃഷി ആനന്ദകരമാകണം എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ലത് കൃഷി ആവേശമാകണം. അപ്പോൾ കൃഷി ആവേശകരമായാൽ മാത്രമേ അതിൽ നിന്ന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആനന്ദം അതിൻ്റെ എല്ലാ വിധത്തിലും പൂർത്തീകരിക്കണമെങ്കിൽ അവിടെ മെക്കനൈസേഷൻ നടക്കണം. ആ മെക്കനൈസേഷനിലൂടെയാണ് അനായാസകരമായി കൃഷിയിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകണം. പുതിയ തലമുറയ്ക്ക് ആവേശം ജനിപ്പിക്കത്തക്ക രീതിയിൽ പുതിയ ടെക്നിക്സും അതുപോലെ തന്നെ കൃഷിയിലെ പുതിയ മാർഗങ്ങളും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ലഭിക്കുന്ന അവരുടെ ആനന്ദം പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക സെഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ കാർഷിക മേഖലയിൽ വില കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെയും കാണാൻ കഴിയില്ല. ഞാൻ കൂടുതൽ വിശദമായി പോകുന്നില്ല, നേരത്തെ സൂചിപ്പിച്ചു. ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ അതിൻ്റെ പരിധി കവിഞ്ഞു പോയി. 1 കിലോ ചേനയ്ക്ക് ഇന്ന് 120 രൂപ കിലോയ്ക്ക് വിലയാണ്. അപ്പോൾ 10 കിലോയുടെ ചേനയുണ്ടെങ്കിൽ 1000 മറ്റ് ചെറുപ്പക്കാരില്ലാതെ. അതുകൊണ്ട് ഇതിനെല്ലാം ഉയർന്ന വില വന്നിരിക്കുന്നു. അപ്പോൾ ആ ഉയർന്ന വിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ 10% ചെറുപ്പക്കാരെയെങ്കിലും കൃഷിയിലേക്ക്. അധ്യക്ഷ ഭാഷണം നഗരസഭ പിതാവ് K ദീപക്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കാഡ്സ് ഗ്രീൻ ഫെസ്റ്റിൻ്റെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ആരംഭിച്ച് 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹോത്സവം തൊടുപുഴയിലെ കർഷകരെ സംബന്ധിച്ച്, തൊടുപുഴയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിലെ തന്നെ കർഷകരെ സംബന്ധിച്ച് ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൂതനമായ ആശയങ്ങളും അതുപോലെ തന്നെ കാർഷിക രംഗത്ത് പുതിയ പുതിയ അറിവുകളുമൊക്കെ കർഷകർക്ക് സംഭാവന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കർഷകർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് വളരെ പ്രഭാവത്തോടുകൂടി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കർഷക കൂട്ടായ്മയാണ് നമ്മുടെ ഈ കാർഡ്സ്.
നമ്മൾ സാധാരണ പറയാറുണ്ട്. ഈ ഞാറ്റുവേലയുടെ പ്രാധാന്യം, തൈകൾ എപ്പം നടണം എന്നുള്ള ഒരു ആശയം മുൻനിർത്തി 10-ാം ഉദയത്തിന് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇത്തവണ അല്പമൊന്ന് മാറിപ്പോയി. അതുപോലെ ജൈവ കൃഷിയെ സംബന്ധിച്ച് കാർഷിക മേളയിൽ നമ്മുടെ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ ജൈവ കൃഷിയുടെ ആശയം. വിഷമില്ലാത്ത പച്ചക്കറികൾ, അതിനുള്ള വിത്തുകൾ സമയത്ത് കൊടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാഴ്ചപ്പാടോടുകൂടി ശ്രീ ആന്റണിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്താകെ ശ്രദ്ധ പിടിച്ചു പറ്റി. പക്ഷേ അത് പോരാ. കാർഷിക മേഖലയിൽ ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം. ന്യായമായ വില ലഭിക്കാനുള്ള ഒരു മാർഗമാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻസ്. അതായത് മൂല്യവർദ്ധനവുള്ള ഉൽപ്പന്നങ്ങളാണ്. ഈ അവസരത്തിൽ മുടങ്ങാതെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആന്റണിയെയും കാർഡ്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഗ്രീൻ ഫെസ്റ്റ് 2025 ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഗ്രീൻ ഫെസ്റ്റിവൽ വിള പ്രദർശനം ഉദ്ഘാടനം അഡ്വക്കേറ്റ് MP DN കുര്യാക്കോസ്. നല്ല നിലയിൽ തന്നെ ഗ്രീൻ ഫെസ്റ്റ് 2025 എന്ന നിലയിൽ ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആവേശകരമായ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മുതൽക്കേ ആരംഭിക്കുന്ന പരിപാടി ജൂൺ മാസം 1-ാം തീയതി വരെ ഇവിടെ തുടരുന്നു. ധാരാളം കാര്യങ്ങൾ ഈ പരിപാടിയുടെ ഏറ്റവും മുഖ്യ ആകർഷണമായി എനിക്ക് തോന്നുന്നത്, ആന്റണി സാറ് ഇന്ന് കേരളത്തിലെ ഏത് ആധികാരികമായ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും മുഖ്യ സാന്നിധ്യമാണ്. ാക്കി മാറ്റുന്നതിന് വേണ്ടി അതിനെ ഏറ്റവും നല്ല നിലയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരാളായി ആന്റണി സാറ് ഇന്ന് ലഭ്യമാണ്. വയോജനങ്ങൾക്കുള്ള സൗജന്യ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് ഉദ്ഘാടനം കോതമംഗലം രൂപത പിതാവ് ബിഷപ്പ് മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ. സഹോദരന്മാരെ, കാർഡ്സ് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ആന്റണി സാറ് അവിടെ വന്നു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടാറുണ്ട്. കുറേ സമയം സംസാരിക്കും. ശരിക്കും 3 മിനിറ്റ് വന്നിട്ടുള്ളവരോട് സംസാരിക്കാനാണ്. അതിൽക്കൂടെ സംസാരിക്കുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയാം. ഇവിടെ കാർഡ്സ് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരെയും കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംരംഭമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ഇരുന്ന് കരുതുകയാണ്. അതോടൊപ്പം തന്നെ കാടിനെയും നാടിനെയും ബന്ധപ്പെടുത്തുന്നതാണ് കാർഡ്സ്. കാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലുള്ള വസ്തുക്കളെല്ലാം നാട്ടിൽ കൊണ്ടുവന്ന് വിഷരഹിതമായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നു. എന്നോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇന്ന സാധനം എവിടെ കിട്ടും? ഞാൻ പറയും കാർഡ്സിൽ പോയി കിട്ടുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ന് ആ ബ്രാൻഡ് നെയിം കാർഡ്സ് എന്നുള്ളത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടതാണ്, വിശ്വസിക്കാവുന്നതാണ്. പുതിയ സംരംഭം എന്ന നിലയിൽ ഈ വയോജനങ്ങൾക്ക് സൗജന്യ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് ബാങ്ക് ഇവിടെ അതിൻ്റെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1 യൂണിറ്റ് ഉള്ളിലൂടെ 10 യൂണിറ്റ് വരുമെന്നാണ് ജീസ് പറഞ്ഞിരിക്കുന്നത്. ജീസിൻ്റെ നേതൃത്വം എടുക്കുമ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് പ്രായാധിക്യം മൂലം മറ്റ് സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകളെ സഹായിക്കാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാരുണ്യ പ്രവൃത്തി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് ഏറെ നന്മ ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ് ബാങ്ക് അത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ജാതിമത ഭേദമന്യേ ദരിദ്രനിൽ നിന്നോ സമ്പന്നനോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിന് ഈ ഒരു സംരംഭം അതിൻ്റെ ഫലം ലഭിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാർഡ്സ് ഗ്രീൻ ലീവ് ഫാം സ്കൂൾ ഉദ്ഘാടനം ഡോക്ടർ ഫൈസ് മടത്തിക്കണ്ടത്തിൽ. വിഷുജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ MBA ഈ പ്രോഗ്രാമിലെ എല്ലാം സസ്റ്റൈനബിലിറ്റി പാർട്ട്ണറാണ്. വളരെ ശക്തമായിട്ട് ഇതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് വിഷുജ്യോതിയിലെ എല്ലാ MBA സ്റ്റാഫും
വിദ്യാർത്ഥികൾ കൂടെയുണ്ട്, ഇപ്പോഴും കൂടെയുണ്ട്. കാരണം കർഷകരാണ് ഈ നാടിൻ്റെ നട്ടെല്ല്, ഈ രൂപതയുടെ നട്ടെല്ല്, ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നട്ടെല്ല്. അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വിധത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് കോതമംഗലം രൂപത എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. ലഹരി വിരുദ്ധ സന്ദേശം ഇമാം വെങ്ങല്ലൂർ മസ്ജിദ്. ആണെങ്കിലും പാൻമസാലകളാണെങ്കിലും മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും MDMA പോലെയുള്ള മാരകമായ ലഹരിയാണെങ്കിലും അതൊക്കെ സമൂഹത്തിന് വലിയ വിപത്തുകളെ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിന്റെ നാനാ തുറകളും ലഹരിയെപ്പറ്റി കുലങ്കഷമായി ചർച്ച ചെയ്യുന്നത്. ഉപ്പുകുന്ന് ഹിൽ ടൂറിസം പ്രോഗ്രാം ഉദ്ഘാടനം ടോമി കാവാലവും, കാർഡ്സിന്റെ നാടൻ കുത്തിരി ഉദ്ഘാടനം KG രാധാകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ, കൗൺസിലർമാരായ PG രാജശേഖരൻ, മുഹമ്മദ് അഫ്സൽ, നിധി മനോജ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കാർഡ്സിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജേക്കബ് മാത്യു, തൊടുപുഴ SNDP അഡ്മിനിസ്ട്രേറ്റീവ് അംഗം KK മനോജ് എന്നിവർ പ്രസംഗിച്ചു. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.